അത് കഴിഞ്ഞിട്ട് സാറ് അതുമാതിരി ഓളവും തീരവും ചെയ്തു അല്ലേ, PN മേനൻ്റെ. ആ ഒരു സാറ് എല്ലായിടത്തും ഇപ്പോൾ ഇന്നിപ്പോൾ പറയായിരുന്നു ഒരാൾ വരുന്നത്, ഒരുപാട് മുസ്ലിം കഥാപാത്രങ്ങളെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചൊരു നടനാണ്. പറയാം, നമുക്ക് ഒട്ടും അത് ജാറിങ് ആയിട്ട് തോന്നൂല, ആ ഒരു ഡയലക്റ്റും വേഷം സംസാരിക്കുന്ന രീതി. അപ്പോൾ അതും ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഗുണമായിട്ട് കിട്ടിയതാണോ അതോ ഒബ്സർവേഷനോ ആരെങ്കിലും പറഞ്ഞത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുമെങ്കിലും അല്ലാതെ കുറേയൊക്കെ നമ്മൾ അറിയാതെ തന്നെ മനസ്സിൽ കയറുന്ന ഒരു ഇതുണ്ട്. ഈ വളരെ കോൺഷ്യസ് ആയിട്ട് വേണമെന്ന് വെച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഇമീഡിയറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ തന്നെ ഒരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ വിത്തൗട്ട് ഹിം നോയിങ് ഇറ്റ് ഇയാൾ ഒബ്സർവ് ചെയ്യും എന്നുള്ളതാണ്. ഈ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ, പീപ്പിൾ അറൗണ്ട് ഹിം, ഓരോരുത്തർ ഇയാൾ അറിയാതെ തന്നെ ഒബ്സർവ് ചെയ്യാനുണ്ടാവും. അതും കുറേ ഉണ്ടായിരുന്നിരിക്കണം. ഇങ്ങനെ അഭിനയിക്കുമ്പം ഡയറക്ടറിൻ്റെ റോൾ എന്തോ ആയിരുന്നു ശരിക്കും ഇങ്ങനത്തെ റോൾസ് ചെയ്യുമ്പോൾ? ഈ വളരെ ഹീറോ ഓറിയൻറ്റഡ് റോൾസ് ചെയ്യുമ്പോൾ ഡയറക്ടറിൻ്റെ റോൾ എന്തായിരുന്നു ശരിക്കും? പറഞ്ഞു തരുമോ എങ്ങനെ ചെയ്യണം, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് എനിക്ക് റിയാക്ട്? സിറ്റുവേഷൻ പറഞ്ഞു തരും. എൻ്റെ ആർട്ടിസ്റ്റ് അല്ലേ, അല്ലാതെ നോവീസ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇതാണ് ഡയലോഗ്, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഒന്ന് ഡയലോഗ് പറഞ്ഞു തരും. അതും കേട്ടൊന്ന് പഠിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ച് കൂടുതൽ വേണമെന്നോ കുറച്ച് വേണമെന്നോ കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ ഏറ്റവും ഡയറക്ടർക്ക് തോന്നുകയാണെങ്കിൽ ഫീൽ കമൻസ് എങ്ങനെയാണ് സംഗതി മറ്റേ രീതിയിൽ നമുക്ക് നോക്കാം. സംശയമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കും. അധികമൊന്നും ചോദിക്കേണ്ടി വരില്ല ഇതൊന്നും. അത് ഈ പുതിയ ആളുകളെടുത്തേ വേണ്ടി വരുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അപ്പം നമ്മൾ ശരിക്കും ഒരു ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് യു അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ആണ് സാർ. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു സിനിമയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ പഴയ കാലത്ത് സാറിൻ്റെയൊക്കെ ചെയ്ത രമണൻ എല്ലാം വളരെ നോവൽ ബേസ്ഡും ലിറ്ററേച്ചർ ബേസ്ഡും ആയിരുന്നു. അത് കഴിഞ്ഞ് സാറിന് തോന്നിയിട്ട് ഒരു സിനിമയിലൊരു പ്ലോട്ടും സ്റ്റോറി ലൈനും ഒക്കെ ഒരുപാട് വളരെ വ്യത്യാസമായി, ഒരു കുറേ കൂടെ ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോസ് ഒക്കെ വന്നു തുടങ്ങി. മറ്റത് വളരെ നമ്മുടെ സോഷ്യൽ ആംബിയോൺസ്, സോഷ്യൽ ടോപ്പിക്സ് ഒക്കെ ആയിരുന്നു. സാറിന് അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിരുന്നോ സാർ? ബിക്കോസ് ഈ സമയത്തൊക്കെ സാറ് വളരെ ഭംഗിയായിട്ട് സിനിമയിൽ നിൽക്കുന്നൊരു സമയമായിരുന്നു. സാറിന് ഈ വ്യത്യാസം തോന്നിയിരുന്നു ഈ ഒരു സ്റ്റോറി ലൈനിലും ഹീറോസിനെ അപ്രോച്ച് ചെയ്യുന്നതിന്? ലാർജർ ദാൻ ലൈഫ് ഹീറോസ് ഒന്നും അവരെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഗുസ്തി കൂടുന്നു, ഇടിക്കുന്നു, ഇതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം വളരെ ടു ലൈഫായിട്ടുള്ള ക്യാരക്ടേഴ്സും ആ സമയത്തുണ്ടായിരുന്നു. സാറിന് അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിരുന്നു? കാരണം ആദ്യം നമുക്ക് ധാരാളം നോവൽസിൽ നിന്ന് എടുത്ത നോവൽസ് സെലക്ട് ചെയ്തിട്ടാണ് KPSC നാടകങ്ങളും നോവൽസ് എടുത്തിരുന്നപ്പോൾ ഇറ്റ് വാസ് മോർ ഓർ ലെസ് ട്രൂ ടു ലൈഫ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റേജ് വന്നിട്ട് ഈ ഹിന്ദി ഫിലിംസോ അല്ലെങ്കിൽ തമിഴ് ഫിലിംസിൻ്റെ ഒക്കെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ എടുക്കാനും കുറേയൊക്കെ തമിഴ് ഹിന്ദി പടങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള തുടങ്ങി, ലൗഡായിട്ട് വന്നപ്പോൾ എനിക്ക് ആകെപ്പാടെ ഈ സ്റ്റേജിൽ ആക്ടിങ് ഉണ്ടല്ലോ, കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് അഭിനയിക്കുക, കുറച്ച് ഒരു അൺനാച്ചുറൽ ആവുക എന്നെല്ലാം ഉള്ള ഒരു ആവശ്യം വന്നു ഇവിടെ. സോ നാച്ചുറലി ആയിട്ട് ചേഞ്ച്. ഇപ്പോൾ വലിയ മീശയൊക്കെ വെച്ച് വിഗ്ഗൊക്കെ വെച്ച് ആ രീതിയിലുള്ള ഈ നമ്മളെ ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അഭിനയിക്കേണ്ടി വരാൻ നേരത്തെ നാച്ചുറലി യു ഓൾസോ ബിക്കം അൺനാച്ചുറൽ. കുറച്ച് ആകേണ്ടി വരും, ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് ട്യൂൺ ആവും. സാറിന് അപ്പോൾ സാറിന് അത് വിഷമം തോന്നിയിരുന്നു അങ്ങനത്തെ റോൾസ്? അതുകൊണ്ടാണ് സാറ് തന്നെ ഫിലിം ഡയറക്ടർ ആവാൻ? ഇല്ല, അതൊന്നുമില്ല. അതൊരു ടൈപ്പ് ഓഫ് ആക്ടിങ് എന്നുള്ളതേ ഉള്ളൂ. ആക്ടിങ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഈസ് നോട്ട് ഇമിറ്റേറ്റിംഗ് ആണെങ്കിൽ കൂടി അതുപോലെ യഥാർത്ഥം അങ്ങനെ ചെയ്യല്ല. ഇങ്ങനെ ഒരു നമ്മുടെ ലൈഫിൽ തന്നെ ഇല്ലേ കാണാറില്ലേ ചില ക്യാരക്ടേഴ്സിനെ? അതെ, കാണാറില്ലേ? അപ്പം അതുകൊണ്ട് അതൊരു വലിയ സിന്നൊന്നും അല്ല. മനസ്സിലായില്ലേ? ചേഞ്ച് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ.